പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രോഗശാന്തി പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് മക്കളുടെ മനസ്സിൽ ശക്തമായ രീതിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും, മനസ്സിലും വിശ്വാസപ്രമാണം ചെല്ലുകയോ മക്കൾ സ്തുതിക്കുകയോ ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ കൈകൾ രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ്, അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ അടിപ്പണ പോലെ വൈദാഖാനം പോലെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വരത്തിക്കരം കർത്താവ് അങ്ങയുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആന്തരിക രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, പിസിഒഡി രോഗങ്ങൾ, മുഴ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, മക്കളില്ലാത്തവരെ, വിവാഹ ജീവിതത്തിൽ കർത്താവ് തടസ്സം നേരിടുന്നവരെ, തമ്മിൽ പിരിഞ്ഞിരിക്കുന്നവരെ, ഐക്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളുള്ളവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ തൊഴിൽ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഓരോരോ വിഷയങ്ങൾക്ക് അസമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരെ, അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ, ആശുപത്രി കിടക്കുന്നവരെ, ഓപ്പറേഷൻ നേരിടുന്നവരെ, സ്ഥലപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ, എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ എൻ്റെ മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങള്, ഓരോ ദോഷങ്ങള്, ഓരോ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. സൗഖ്യം എല്ലാവരും മുട്ടനിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓൺലൈനിലുള്ളവരും ഇവിടെയുള്ളവരും തീക്ഷ്ണമായി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതിതീക്ഷ്ണമായി ഈ നിമിഷം മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേലെ എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കൈകൾ കൂപ്പി കണ്ണടച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. യേശുവേ ആരാധന ആരാധന ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ചില ആൾക്കാർക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അവർക്ക് വിശ്വാസത്തിൻ്റെ അത് ചലിപ്പുണ്ടാകത്തില്ല. വെള്ളം ചേർക്കാത്ത വിശ്വാസമാണ് ഇതിനകത്ത് വരുന്നത്. അവർ എന്നോട് പറയണത്, അവർ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ടോയ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ഞാൻ 7-ാം തീയതി ഫിക്സ് ചെയ്ത് കർത്താവിനൊരു ഡേറ്റ് ഇട്ട് കൊടുത്ത്, കർത്താവിന് എന്താണ് ഇത് പറഞ്ഞ്, എനിക്ക് ഇസ്രയേലിനൊരു കോൾ ഫോർ വേണം, അന്വേഷണം വേണം എന്ന്, 7-ാം തീയതി വേണമെന്ന്. അപ്പോൾ ഇവൻ 7-ാം തീയതി 10 മണിക്ക് നോക്കി, ഇല്ല ആരും വരണില്ല, ഇസ്രയേൽ ആരും ഇല്ലല്ലോ. അതിനുവേണ്ടി ഏജൻസിയോട് പറഞ്ഞിട്ടുമില്ല, ആരോട് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ മനസ്സിലുള്ള ബോധ്യങ്ങളിൽ ആണ് ഇവൻ ജീവിക്കണത്. നിങ്ങൾ ഇന്ന് ചിന്തിക്കേ, മുകളിൽ പൂവും താഴെ വേരുമില്ലാത്ത ഒരു ആശയം മാത്രമാണ് ഈ മനുഷ്യൻ. ദൈവം ഈ മനുഷ്യൻ നയിക്കുന്ന രീതികൾ നോക്കണം. ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം കളങ്കമില്ലാത്താണെങ്കിൽ ദൈവം റെസ്പോണ്ട് ചെയ്യും. കളങ്കമില്ലാത്തൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ഡ്യൂപ്ലിസിറ്റ് അല്ലാത്ത കളങ്കമില്ലാത്തൊരു വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, സഞ്ചരിക്കാത്ത ഒരു വിശ്വാസം, കളങ്കമില്ലാത്ത ഒരു വിശ്വാസം. അതായത് ഈ കളങ്കമുള്ള വിശ്വാസത്തിന് ഈശോ വിളിക്കുന്നത് ഹിപ്പോക്രസി എന്ന്. ദൈവത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നമ്മൾ ഉടമ്പടി ചിലപ്പോൾ 3 പുതുക്കി കാണും, ചിലപ്പോൾ നിങ്ങൾ സിൽവർ ഗ്രേയിൽ കാണും. പക്ഷെ നിങ്ങൾ ഹിപ്പോക്രറ്റാണെന്ന് നോക്കണം. നാഥാനിയലിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞ കമൻറ്റ് ഭയങ്കര ശക്തമാണ്. നാഥാനിയലിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. അതാണ് അസസ്മെൻറ്റ്. ഇങ്ങനൊരു അസസ്മെൻ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം ദൈവം വിലമതിക്കുന്ന ഒരു ക്യാരക്ടറാണത്. എന്താണ്? കളങ്കമില്ലാത്ത അവസ്ഥ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 1:47. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പൊ ഈ ദൈവത്തിനൊരു കുഴപ്പം പണ്ടുമുതലേ ഉള്ളത്, ഈ യഥാർത്ഥവും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ എപ്പോഴും തിരിക്കും. കർത്താവിൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു വീശുമുറാം അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ? കർത്താവിന് മുമ്പ് വഴിയൊരുക്കാമെന്ന കക്ഷിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കർത്താവിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. കർത്താവ് ഇപ്പം ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന $, ഇത്ര $ഉണ്ട്, പിന്നെ ബാക്കിയുള്ള എന്തോ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഡിക്ലെയർ ചെയ്ത്. ഇതുപോലെ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കയ്യിലുള്ളതെല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് യോഹന്നാനെ വിട്ടിരിക്കുന്നത്. അതിനകത്തൊരു സാധനം വീശുമുറവാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്കാ 3:17. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. കയ്യിലിരിപ്പ് പെസകാണെന്നാണ് ആദ്യം പറഞ്ഞത്. വിഷുമുറാവ് എന്നറിയാലോ, പേറ്റണ മുറാവ്. പതിരും കതിരും
തിരിക്കണം പുറ, അവൻ്റെ കയ്യിലുണ്ടെന്നാണ്. അവൻ്റെ കയ്യിലുള്ള സാധനം ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പൊട്ടന്മാരാരും ശ്രദ്ധിച്ചില്ലേ ശരിക്കും പറഞ്ഞാൽ. ആ വീശുമുറവുണ്ട്, വീശുമുറവ, കയ്യിലിങ്കണ്, ചിരവ്, എന്തെങ്കിലും കയ്യിരിക്കട്ടെ, അതിന് എനിക്കെന്താണെന്നുള്ളതാണ് ഇത് വായിക്കണവന്മാർക്കുള്ള റെസ്പോൺസ്. വിശുമുറവാ. ഒരാൾ വരുമ്പോൾ തന്നെ അത് ഹിപ്പോക്രസിയാണ് സത്യമാണ് എന്നുള്ളവരെ സ്കാൻ ചെയ്യും. ഇതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ആളും തരവും നോക്കാതെ കർത്താവിൻ്റെ അടുത്ത് വന്ന പച്ചപ്പകൽ പണിമേടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ഉഡായിപ്പുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അനുദപിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. വിശുമുറ അവൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നാഥാനിയേൽ വന്നപ്പോൾ തന്നെ സ്കാൻ ചെയ്ത്. ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താളിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നത് എവിടെ മനോജാര അതിനുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയോ അടുത്തെവിടെയോ പോവുകയാണ്, ബാംഗ്ലൂർ എവിടെ പോവുകയാണ്. അപ്പോൾ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എൻ്റെ ഡ്രൈവറെ ഒക്കെ കൊണ്ടുപോയി. അവൻ ഡ്രൈവറിനോട് അപ്പോൾ ഞങ്ങളവിടെ ഗാലറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്നാ സാറേ നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനോജ് തപ്പി നോക്കണത്, പേഴ്സില്ല. പക്ഷേ അവിടെ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നിരുന്ന പോലീസുകാരൻ ഇവിടെ വന്ന് പേഴ്സ് എങ്ങനെ അവിടെ എവിടെയോ പോയതാണ്, അത് ഇയാളുടേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അവിടെ മുഴുവനും ക്യാമറയാ. നമ്മുടെ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുത്തരാണ് ഇവിടെ ഇരുത്തുന്നത്. അങ്ങനെയല്ല, അവരെ പലരവിടെ ഇരിപ്പുണ്ട്. ഓരോ ക്യാമറയ്ക്കും 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് പോണതും ഇവൻ തിരിച്ച് വന്ന് ഗാലറിയിൽ ഇരിക്കുന്നതും എല്ലാം അവരവിടെ റൂട്ട് ചെയ്തിട്ട് ഇവനെ വന്ന് പൊക്കി കൊണ്ട് സാധനം കൊണ്ടേ കൊടുത്തു. ഇതുപോലെ തന്നെ ഇത് മനുഷ്യന്മാർ പോലും ഇത്രയും സ്കാനിങ് ആണെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഒരാൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും, നഥാനിയേൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ ഇതൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ, ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് കണ്ടാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? കമ്മ്യൂണിക്കേഷൻ, സന്ദർശനവും അതുപോലെ തന്നെ സംഭാഷണവും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു റിസൾട്ടാണ്, ഒരു ഫീച്ചറാണ്. ഉടമ്പടിയുടെ ഫീച്ചറാണ്. മറ്റ് പ്രാർത്ഥനകൾക്ക് ഇല്ലാത്തതും സർവ്വസാധാരണമായ ഉടമ്പടി കണ്ടുവരുന്നൊരു സംഭവമാണ് സന്ദർശനവും സംഭാഷണവും. അപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങളെ സുഖപ്പെടാം, നിങ്ങളെ സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വെടിപ്പായിട്ട് കണ്ടിട്ടില്ലെന്ന് എൻ്റെ അടുത്താണ്. അതത് ഒറ്റടക്കം പോകാത്ത കേസാണ്. നിങ്ങൾക്ക് ചില 10 കൊല്ലമായിട്ട് മക്കളില്ലായിരിക്കും. 10 കൊല്ലമല്ല, ഇപ്പോൾ ഇന്നലെയും കണ്ടപ്പോൾ 9 കൊല്ലം 10 കൊല്ലമൊക്കെയാണ് കൃപാസനത്തിൽ മക്കളുടെ നോർമൽ സാക്ഷ്യങ്ങളെന്ന് പറയണത്. പക്ഷേ ഈ കക്ഷികൾ ആരെങ്കിലും കർത്താവിനെ കണ്ടോ? കണ്ടിട്ടില്ല. എന്താ കാര്യം? കാണാൻ സമയമായിട്ടില്ല. സന്ദർശനവും സംഭാഷണവും വേറെ ഒരു സബ്ജക്റ്റാണ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് വെടിപ്പ് വേണം. ഉടമ്പടി നമ്മളെ വെടിപ്പിലേക്ക് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ ഇവനിൽ. എന്താണ് യഥാർത്ഥം എന്ന് പറയാൻ കാര്യം എന്താണ്? ഈശോ അപ്പം തന്നെയും മനുഷ്യന്മാർ രണ്ടായിട്ട് തിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റും യഥാർത്ഥവും. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലേ. ഒരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞാൽ പറയും, ഈശോ പറയും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. ക്രിസ്ത്യനാണ് പക്ഷെ കുന്നംകുളം സെറ്റാണെന്ന് പറയും. പണ്ട് കുന്നംകുളം സെറ്റ് നമ്മൾ സാധനം ഉണ്ടായിരുന്നു. റേഡിയോ, TV എന്തെല്ലാം ഉണ്ടാക്കിയാലും ശരി, എന്താണ് കുന്നംകുളംകാർ വേറൊരു സാധനം ഉണ്ടാക്കും അവിടെ. അവരാണല്ലേ കേരളത്തിലെ ബിസിനസ്സുകാർ ആദ്യത്തെ. അപ്പം അതുകൊണ്ട് എല്ലാ സാധനവും അവർ ഉണ്ടാക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. പണ്ട് ഫിലിപ്സ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിപ്സ് റേഡിയോയുടെ ഡിസൈൻ മാറ്റിയ കുന്നംകുളംകാരും മാറ്റും. അപ്പോൾ കുന്നംകുളം ചൈനീസ് സെറ്റ് അതൊക്കെ ഇന്ന് നമ്മൾ വിളിച്ചു പറയത്തില്ല. അതുപോലൊരു ബ്രാൻഡായിരുന്നു പണ്ട് കുന്നംകുളം സെറ്റിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ട്, യഥാർത്ഥ ഇസ്രയേലിൻ്റെ ഫീച്ചർ എന്താണ്? ഇവനിൽ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കത്തില്ല. മോശം ടൈം വന്നാലും യേശു തന്നെ കർത്താവ്. നല്ല കാലത്ത് യേശു കർത്താവും, മോശം ടൈം വരുമ്പോൾ പ്രാർത്ഥനയും ഇല്ല, പള്ളിപ്പോക്കും ഇല്ല, പത്രം കൊടുപ്പലും ഇല്ല, ഒന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റാണ്.
ഇത് മമ്മി തോറ്റുപോയത്. എത്രയോ പേര് കൊറോണ സമയത്ത് മരിച്ച് വിദേശത്ത് മരിച്ചുപോയി. അപ്പോൾ അവർക്കൊന്നും നാട്ടിൽ അവരുടെ ബോഡി പോലും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നന്മയ്ക്കായിട്ടായിരിക്കും മമ്മി തോറ്റുപോയത്. മമ്മി കരയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞു, ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്തോരം ഞാൻ കഷ്ടപ്പെട്ടു. രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച് എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. പക്ഷെ അപ്പോഴും എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു, കുഞ്ഞേച്ചി ആദ്യം പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം കുഞ്ഞേച്ചി IELTS എഴുതാൻ പോകാൻ എന്നതിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ലെന്നല്ല. ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും. ഞങ്ങൾ കാറിൽ ഇവിടെ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര തിരക്കോ, ഇന്ന് ഇപ്പോഴെങ്കിലും നടക്കില്ല, എന്നാൽ പോയേക്കാന്നും പറഞ്ഞ് മാതാവിനോട് വന്ന് പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി വന്നു. മാതാവേ എന്നെ IELTS പാസ്സാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ നിന്ന് പോവും. കുറേ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ എന്നാലും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു, പഠിക്കണ സമയം പാഴാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ പേപ്പറെല്ലാം കൊണ്ടുവന്ന് സേവേട്ടൻ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് എല്ലാവർക്കും കൊടുത്തു. അപ്പം ഞാൻ ദൈവത്തിന് സമയം കൊടുക്കാതെ പഠനത്തിന് മാത്രം സമയം കൊടുത്ത് ഞാൻ പഠിച്ചിട്ട് ഞാൻ തോറ്റുപോയി. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു. അപ്പോൾ എന്നോട് 2ാമത്തെ പ്രാവശ്യം ഹസ്ബൻഡ് പറഞ്ഞു, 1/2 മാർക്കിനല്ലേ നീ പോയത്, അപ്പം നീ ഒന്നുകൂടെ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതാമെന്ന് പിന്നെ തീരുമാനിച്ചു. 1/2 മാർക്കല്ല, ഇനി അടുത്ത പ്രാവശ്യം കിട്ടുമായിരിക്കും എന്ന് ഓർത്ത് ഞാൻ എഴുതാനായിട്ട് തീരുമാനിച്ചപ്പം എന്നോട് അനിയനും അനിയത്തിയും കമ്പൽസറി ആയിട്ട് പറഞ്ഞു, കുഞ്ഞേച്ചി ഇനി എഴുതുന്നുണ്ടെങ്കിൽ ആദ്യം പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയാൽ മതി. കുഞ്ഞേച്ചി ഇതുപോലെ കിടന്നുകൊണ്ട് രാത്രി ഉറക്കമുളച്ചിരുന്ന് പഠിക്കണ്ട, ദൈവത്തിന് വിട്ടുകൊടുക്കുക കുഞ്ഞേച്ചി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാനിവിടെ വന്നു. എല്ലാവരോടും ചോദിച്ചപ്പോൾ 2-3 പേരോട് ചോദിച്ചപ്പോൾ അവിടെ നിന്നും എനിക്ക് പോസിറ്റീവ് റിസൾട്ടല്ല കിട്ടിയത്. അത് ഒരു ദിവസം മുടക്കാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും അനിയത്തി പറഞ്ഞു, കമ്പൽസറി ആയിട്ട് കുഞ്ഞേച്ചി പോയി ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. എനിക്കറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും, ഇത്ര അടുത്താണെങ്കിലും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി രാവിലെ വെളുപ്പിനെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പം ഉപവാസത്തോടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി. അന്ന് മുതൽ ഞാൻ ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനകളും എല്ലാം മുടക്കാതെ പ്രാർത്ഥിച്ചു. അതിനിടയിൽ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന മുടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ണ് മുറിഞ്ഞു. എനിക്ക് ക്ലാസ് വയ്ക്കാതെ വായിക്കാൻ പറ്റാതെ ഇരുന്നു. പക്ഷെ അപ്പോഴൊന്നും എൻ്റെ പ്രാർത്ഥന മുടങ്ങിയില്ല. കാരണം എൻ്റെ മോളും ഹസ്ബൻഡും എന്നോടൊപ്പം, ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും എൻ്റെ വീടിന് വേണ്ടിയിട്ടായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും മോളും പ്രാർത്ഥനയിൽ നല്ലപോലെ പ്രാർത്ഥിച്ച് അവരും മോളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മോള് പ്രാർത്ഥന ചൊല്ലും, ഞങ്ങൾ 3 പേരും പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ എക്സാമിന് പോയി. എക്സാമിൻ്റെ ഓഗസ്റ്റ് 20-ാം തീയതിയാണ് എൻ്റെ എക്സാം ഡേറ്റ്. അപ്പോൾ ഓഗസ്റ്റ് 17-ാം തീയതി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഞാൻ കുറച്ച് നേരം, ഇവിടെയൊക്കെ തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങ് മൂലയായിരുന്നു ഇരുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആരോ എന്നോട് പറയുന്ന പോലെ തോന്നി, നീ എഴുന്നേറ്റ് പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുക എന്ന് എന്നോട് ആരോ പറയുന്ന പോലെ. അത് മാതാവ് തോന്നിച്ചതാണ് എൻ്റെ ഹൃദയത്തിൽ. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് എനിക്കറിയത്തില്ല അച്ഛനെ കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ അവിടെ നിന്ന് സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ എനിക്കിങ്ങനെ എക്സാമാണ്, ഞാൻ അച്ഛനെ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ട് 1 മാസം ആകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞു, അത് കുഴപ്പമില്ല, പരീക്ഷക്കാരെ എല്ലാവരെയും അച്ഛൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ അച്ഛനെ കാണാനുള്ള ടോക്കൺ വാങ്ങിക്കാനായിട്ട് കൗണ്ടറിൽ ചെന്നപ്പം അവിടെ ഇരിക്കുന്ന മാനേജർ ചേട്ടനൊക്കെ എന്നെ കണ്ടപ്പം നല്ല പ്രായം തോന്നിക്കും, ഈ പ്രായത്തിൽ പരീക്ഷ എഴുതാൻ പോവുകയാണോ എന്നുള്ള രീതിയിൽ ആ ചേട്ടൻ എന്നെ കുറേ കളിയാക്കി. അയ്യോ അതേ ഒരു കൊച്ചു പരീക്ഷ എഴുതാൻ വന്നേക്കണു, അയ്യോ അതിനെ ഒന്ന് ക്യൂവിൽ നിർത്തുക എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു മാറി നിൽക്കുക, പിള്ളേർ നിൽക്കണ ലൈനാണ് ഇവിടെ, അതുകൊണ്ട് മാറി നിൽക്കുക കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും പരീക്ഷ എഴുതാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നെ കളിയാക്കി, അയ്യോ കുഞ്ഞുവാവ ഇത് അതിനെ കൊടുന്ന് നിർത്തട്ടോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. അപ്പം ഞാനും അന്നേരം ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഉള്ളിൽ ഞാൻ മാതാവേ ഇത്രയൊക്കെ ഞാൻ എല്ലാവരുടെയും അടുത്തുനിന്ന് ഞാൻ കേൾക്കുന്നുണ്ട്, എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ ഇവിടെ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ചോദിച്ചു, ഏത് മൊഡ്യൂളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ 1/2 മാർക്കിനാണ് ഞാൻ റീഡിങ്ങിന് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു.
തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പോഴൊക്കെ എന്നെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചെങ്കിലും തമ്പരാൻ തൊടുന്നത് പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷേ അച്ഛൻ ഇവിടെ പറഞ്ഞു, മക്കളെ നിങ്ങളിവിടെ വന്ന് മുട്ടുകുത്താൻ പറഞ്ഞു. പക്ഷേ മുട്ടുകുത്താൻ നേരത്തും അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ മുട്ടുകുത്താനൊന്നും പാടില്ലായിരുന്നു എനിക്ക്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. പിറ്റേ ദിവസം ഞാനിവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ കൃപാസനം പത്രം എല്ലാ എൻ്റെ ഫ്രണ്ട്സിനെല്ലാത്തിനും എല്ലാവർക്കും ഞാൻ തന്നെ വിതരണം ചെയ്തു. പിന്നെ ആ പരീക്ഷയുടെ 3 ദിവസവും ആദ്യം സ്പീക്കിംഗ് ആയിരുന്നു 19-ാം തീയതി, 20-ാം തീയതി റൈറ്റിങ്. 18-ാം തീയതി മുതൽ ഞാൻ 17-ാം തീയതി ഇവിടെ വന്ന് അന്ന് രാവിലെ മുതൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉപവാസത്തോടെ പോയി പരീക്ഷ എഴുതി. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഉപവസിച്ച് ഒക്കെ പ്രാർത്ഥിക്കണമൊക്കെ കൊള്ളാം, നീ അവിടെ ചെന്ന് തലക്കറങ്ങി വീഴുവൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ പ്രാർത്ഥിച്ച് പൊക്കോളാം, എന്നെ മാതാവ് കാത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പരീക്ഷയ്ക്ക് പോയി. എൻ്റെ പരീക്ഷയെല്ലാം നല്ലതുപോലെ ഞാൻ എഴുതിയെന്ന് തോന്നി. പക്ഷേ എന്നാലും എനിക്ക് റീഡിങ്ങിന് പകരം എനിക്ക് ലിസണിങ് ആയിരുന്നു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ സേവനോട് പറഞ്ഞു, സേവട്ടാ ഞാൻ ഈ പ്രാവശ്യം ലിസണിങ്ങിന് പോകും, റീഡിങ് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്കൊരു പേടിയോ ഒരു ഭയമോ ഒന്നുമില്ലായിരുന്നു. ഞാൻ വന്നു, അപ്പം തന്നെ ആദ്യത്തെ പരീക്ഷ എഴുതിയിട്ട് വന്നിട്ട് എനിക്ക് അറിയത്തില്ല തോക്കോ ജയിക്കുമോ എന്നും അറിയത്തില്ല. ഞാൻ വന്നിട്ട് വീണ്ടും പഠിക്കുമായിരുന്നു, പരീക്ഷ കഴിഞ്ഞ് വന്നിരുന്നു. പക്ഷേ ഈ പരീക്ഷ കഴിഞ്ഞ് വന്നു, ഞാൻ എല്ലായിടത്തും മടക്കി കെട്ടി വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് വരെ എൻ്റെ പരീക്ഷയുടെ മേൽ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് പരീക്ഷ കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ റിസൾട്ടിൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പരീക്ഷ ഹോളിൽ കയറിയപ്പോഴാണെങ്കിലും എൻ്റെ കൂടെ എഴുതിയൊരു കൊച്ചുണ്ടായിരുന്നു, ഇതേപോലെ തന്നെ സിറ്റുവേഷനിലുള്ള. ആ കൊച്ചു പറഞ്ഞു, ആ ചെറിയ കുട്ടിയാണ്, കൊച്ചെന്നോട് പറഞ്ഞു, ആൻറ്റി നമുക്ക് ഈ പ്രാവശ്യം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ കരുണക്കൊന്ത ചൊല്ലിക്കോ, പിന്നെ മാതാവിനോടും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇപ്പം ഞാൻ മാതാവ് അച്ഛൻ തന്ന കാശ് രൂപവും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ 2 കാശ് രൂപവും കൊന്തയിലിട്ട് ഞാൻ കഴുത്തേലിട്ടുകൊണ്ടാണ് പോയത്. പോയിട്ട് ഞാൻ ഓരോ പരീക്ഷയ്ക്ക് മുമ്പും അവർ ഈ ക്ലാസ് ഹോളിലിരുന്നപ്പോഴും ഞാൻ മാതാവിനോട് ആ കാശ് രൂപം മുറക്കി പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൂടെ ഇരിക്കണേ, എനിക്കൊരു കഴിവുമില്ല, മാതാവ് എന്നെ പരീക്ഷ എഴുതിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് റൈറ്റിങ്ങും ആദ്യം റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിങ്ങിന് സാധാരണ എനിക്ക് സമയം കിട്ടാറില്ല, ഞാൻ കോച്ചിങ്ങിന് പോയിപ്പം. പക്ഷേ എനിക്ക് 10 മിനിറ്റ് മുമ്പ് എനിക്ക് റൈറ്റിങ് 1 മണിക്കൂറും കൊണ്ട് എഴുതേണ്ട റൈറ്റിങ് 50 മിനിറ്റ് കൊണ്ട് എനിക്ക് എഴുതി സാധിച്ചതിന് ശേഷം ഞാൻ ആ മാതാവിൻ്റെ കാശ് രൂപം ഞാൻ കൊന്തയിൽ കിടക്കുന്ന കാശ് രൂപം എടുത്ത് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു പരീക്ഷ ഹോളിലിരുന്ന്. അടുത്ത ലിസണിങ്ങിൻ്റെ പരീക്ഷയുടെ സമയം വരെയും പേപ്പർ കിട്ടുന്നത് വരെയും ഞാനിന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ലിസണിങ്ങും റീഡിങ്ങും എല്ലാം എനിക്ക് സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റി. എഴുതിയതെല്ലാം ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാനും അത് കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാനും എനിക്ക് സാധിച്ചു. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു വന്നു. പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം മുമ്പ് 13 ദിവസം എന്ന് പറഞ്ഞാൽ 12ാമത്തെ ദിവസം എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കയറി വരുന്നത്. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി, എനിക്ക് ഇത് റിസൾട്ട് നോക്കാനായിട്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ മാതാവേന്ന് വിളിച്ച് ഞാനങ്ങ് കരഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് നോക്കാനൊന്നും പറ്റില്ല. ഞാൻ വേഗം ഞാൻ എൻ്റെ വീട്ടിൽ രൂപത്തെ മുമ്പിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എന്നാണെങ്കിലും എനിക്ക് ശക്തി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാനവിടെ കുറേ നേരം ദൈവത്തിന് നന്ദി പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. തോറ്റതാണെങ്കിലും ജയിച്ചാണെങ്കിലും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഒത്തിരി കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ അടുത്തടുത്ത് 5 സെൻറ്റ് സ്ഥലത്തുള്ള വീടാണ്. അപ്പം അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ കേൾക്കുമ്പോൾ ഓർക്കും, അയ്യോ അവരാരും ഇല്ല, അവൾ തന്നെയുള്ളൂ, എന്തെങ്കിലും വയ്യാത്തതാണോ അതുകൊണ്ടാണ് കരയണേന്ന് ഓർത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂമിൽ ചെന്ന് ഞാൻ കുറേ നേരം കരഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ആദ്യം റീഡിങ്ങിൻ്റെ റിസൾട്ടാണ് കണ്ടത്. എൻ്റെ കണ്ണിൽ മാതാവ് കാണിച്ചത് അത് നോക്കി എല്ലാത്തിനും ഞാൻ പാസ്സായി.
അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, കരഞ്ഞോണ്ടാണ് വിളിച്ച് പറഞ്ഞു, സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. ഹസ്ബൻഡ് പേടിച്ചു പോയി. ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് അരമണിക്കൂറായുള്ളൂ, ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതിരിക്കണുണ്ടല്ലോ, പെട്ടെന്ന് എന്താ കരയണമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് സന്തോഷം കൊണ്ട് കരഞ്ഞു. അന്ന് തന്നെ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് എടുത്ത വഴി പറഞ്ഞു, നമുക്ക് വൈകുന്നേരം മാതാവിൻ്റെ അടുത്ത് പോകണം, കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു. ഞാൻ മോള് ക്ലാസ് കഴിഞ്ഞ് വന്നു, ഞങ്ങൾ 3 പേര് ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. മാതാവിനും ദൈവത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി.